അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ജീവിതത്തിൽ നിന്ന് നീക്കി തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഖൈറിന്റെ എല്ലാ കവാടങ്ങളും തുറന്നു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഒരു സലാത്തിനെ കുറിച്ചാണ്. വളരെയധികം മഹത്തായ പുണ്യമേറിയ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു സലാത്തിനെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അതുതന്നെ ആ സലാത്ത് ഒരു പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നാം ഓതിയിട്ടുണ്ടെങ്കിൽ ഒരു തവണ ചൊല്ലിയാൽ തന്നെ 6 ലക്ഷം സലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. മറ്റു സലാത്ത് നമ്മൾ 6 ലക്ഷം ചെല്ലുന്നതിന്റെ ഫലം എത്രയാണോ, പ്രതിഫലം എത്രയാണോ, ആ ഒരു പ്രതിഫലം ഈ ഒരു സലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം മഹത്വമേറിയ ഒരു സലാത്താണ് ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, സ്വലാത്തുൽ ഫാത്തിഹ മഹാനായ അഹ്മദ് തീജാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശിഷ്യന്മാരോട് പറയുന്നത് കാണാം. ജനങ്ങളിലേക്ക്, സത്യവിശ്വാസികളായ ആളുകളിലേക്ക്, മുഅ്മിനീങ്ങളായ ആളുകളിലേക്ക് സ്വലാത്തുൽ ഫാത്തിഹ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, എത്തിച്ചു കൊടുക്കണമെന്ന്. കാരണം അവർ ഈമാനുള്ളവരായിട്ട് മരണപ്പെട്ടു പോവാൻ വേണ്ടിയാണ്. ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടെ മരണപ്പെടാൻ വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് മഹാനായ അഹ്മദ് തീജാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കിതാബിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെയധികം മഹത്തായ ഒരു സലാത്താണ്. നമ്മൾ ജീവിതത്തിൽ ഒരു തവണ ഈ സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ആഖിറത്തിൽ നമ്മൾ കുടുങ്ങുകയില്ല, രക്ഷപ്പെടും. ദുനിയാവിലും രക്ഷപ്പെടും, ആഖിറത്തിൽ രക്ഷപ്പെടണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്തുൽ ഫാത്തിഹ മുറുകെ പിടിച്ച് ജീവിതത്തിൽ പതിവാക്കി ഒരു തവണയെങ്കിലും ചൊല്ലാൻ കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം മഹത്തായ പുണ്യമായ ഒരു സലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. ഒരു തവണ നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 6 ലക്ഷം തവണ ചൊല്ലിയതിന്റെ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകും. അല്ലാഹു അത് ചൊല്ലാനും ആ പ്രതിഫലം നേടിയെടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിലാണ്. നമുക്കറിയാം, 2ാമത്തെ തിരുവസന്തമാണ് റബീഉൽ ആഖിർ. മഹാനായ ജീലാനി തങ്ങളുടെ ആണ്ട് ദിനത്തിന്റെ മാസം കൂടിയാണ് റബീഉൽ ആഖിർ. ആ മാസത്തിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുതന്നെ ആ റബീഉൽ ആഖിറിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഇന്ന്. ഈ ദിവസം മഹാന്മാർ പറയുന്നുണ്ട്, സയ്യിദ് അഹമ്മദ് ദഹ്ലാൻ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ജീലാനി തങ്ങളുടെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥിരമായിട്ടുള്ള ഔറാദുകളിലെ ഒരു ദിക്റായി കൊണ്ടു നടന്ന ഒരു ദിക്റാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് കാണാൻ കഴിയും. അപ്പോൾ ജീലാനി തങ്ങൾ ചൊല്ലിയ, മുഹ്യിദ്ദീൻ ശൈഖ് ജീലാനി തങ്ങൾ ചൊല്ലിയ ഒരു സ്വലാത്ത് കൂടിയാണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് നമുക്ക് കിതാബിൽ കാണാൻ കഴിയും. ആയതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിലാണുള്ളത്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ മാസം കൂടിയാണ്. ഈ മാസത്തിൽ എല്ലാ ആളുകളും സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കി ചൊല്ലുക, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കൊണ്ടു നടക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മഹത്വം നിറഞ്ഞിട്ടുള്ള സലാത്താണ്. ജീലാനി തങ്ങൾ അവിടുത്തെ ഔറാദിൽ സ്ഥിരമായി കൊണ്ടു നടക്കണം ഈ സലാത്ത് എന്നുണ്ടെങ്കിൽ അത്രമാത്രം മഹത്വവും പുണ്യവും കൽപ്പിച്ചുകൊണ്ടാണ്, ഉണ്ട് എന്ന് അവരൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം അതിന്റെ നേട്ടവും ഫലവും എത്രയാണെന്ന് പ്രിയപ്പെട്ടവർ നമ്മളെപ്പോലുള്ളവർക്ക് അറിയുകയില്ല. അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളും അതിന്റെ ഫലങ്ങളും മഹത്വങ്ങളൊക്കെ അവർക്കൊക്കെ അറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവരത് സ്ഥിരമായി ചൊല്ലി നടന്നത്. അതുകൊണ്ട് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി ചൊല്ലുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു 5 പ്രാവശ്യം ആ സലാത്ത് നമുക്ക് ചൊല്ലി പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം, നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്ക്രീനിൽ കാണുന്നതാണ് സലാത്ത്. കഴിയുന്ന ആളുകളെ
കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിച്ച് അത് എല്ലാ ദിവസവും പതിവാക്കുക, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റഹ്മാനെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ. കുടുംബങ്ങളിൽ ജീവിതത്തിൽ നീ എല്ലാവിധ സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജോലി ചെയ്യുന്നവരുടെ ജോലിയിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഉപജീവന മാർഗങ്ങൾ വ്യത്യസ്തങ്ങളായി ചെയ്യുന്നവരുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ഈ ക്ലാസ് കേൾക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുത്തുമുഅ്മിനീങ്ങൾക്ക് നീ എല്ലാവിധ ഖൈറും റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. റബ്ബേ രോഗികളുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമുഅ്മിനീങ്ങൾക്കും നീ ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈറിന്റെ എല്ലാ ബാബുകളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ വഷളാക്കല്ലേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും നീ ഞങ്ങൾക്കൊക്കെ ഒരുക്കി തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.